Hi, hello, welcome to the session on previous year question discussion of English usage. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് യൂസേജ് വരുന്ന പോർഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻ സെഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നേ ഉള്ള എന്ത് രീതിയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അങ്ങനത്തെയൊക്കെ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകാതെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Fill in the blanks by the proper preposition in the sentence. Proper preposition insert ചെയ്യുക. Preposition നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. It is one of the parts of speech. അപ്പോൾ നമ്മുടെ parts of speechൽ ഒരെണ്ണമാണ് preposition. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് കോൺസെപ്റ്റ് ക്ലാസ്സസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. What is the time dash your watch? Option A by, option B in, option C on, option D with. This is actually a pretty ഒരു tricky question ആണ്. കാരണം what is the time dash your watch നിങ്ങൾ ചാടി കയറി ഓണും ഇന്നും ഒക്കെ തപ്പിപ്പിടിച്ച് കൺഫ്യൂസ് ചെയ്ത് പിന്നെ ആൻസർ ചെയ്യും. പക്ഷെ അതിൻ്റെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച്. എന്താണ് വാച്ചിലെ ടൈം എന്നുള്ളത്? ഇറ്റ് ഈസ് കറക്റ്റ് യൂസേജസ് വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച്. ഓക്കെ, റൈറ്റ്. ദെൻ question number 2. In this question, out of the 4 options, choose the one which can be substituted for the sentence. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫ്രേസ് അല്ലെങ്കിൽ സെൻറ്റൻസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 1 word കൊടുക്കാനാണ് ചോദ്യം. നമുക്ക് നോക്കാം. One who feels at home in every country. One who feels at home in every country. അതാരാണ്? സിറ്റിസൺ, കോസ്മോപൊളിറ്റൻ, ഡെനിസൺ, മെട്രോപൊളിറ്റൻ. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയിലെ ആളെന്നാണ് അർത്ഥം. കോസ്മോപൊളിറ്റൻ എന്താണ്? ഡെനിസൺ എന്താണ്? മെട്രോപൊളിറ്റൻ എന്താണ്? ഡെനിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹാബിറ്റന്റ് എന്നാണ് അർത്ഥം. ഓക്കെ, ഡെനിസൺ എന്ന് പറഞ്ഞാൽ ഇൻഹാബിറ്റന്റ് എന്നാണ് അർത്ഥം. ദെൻ കോസ്മോപൊളിറ്റൻ, മെട്രോപൊളിറ്റൻ. അപ്പോൾ ഇതിൽ ആക്ച്വലി വൺ ഹു ഫീൽസ് അറ്റ് ഹോം ഇൻ എവറി കൺട്രി എന്ന് പറയുന്നത് കോസ്മോപൊളിറ്റൻ ആണ്. ഇത് ഇൻഹാബിറ്റന്റ് എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, മെട്രോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ മെട്രോ സിറ്റിയിലുള്ള ഒരാൾ എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഓക്കെ, മൂവിങ് ഓൺ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് ഐഡന്റിഫൈ ദ ടെൻസ് യൂസ്ഡ് ഇൻ ദ സെന്റൻസ്. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസിലെ ടെൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ടെൻസും നമ്മൾ ഇൻ ഡെപ്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൽക്കം ടു ദ സെറിമണി, അതാണ് സെന്റൻസ്. ഓപ്ഷൻസ് നോക്കിയേ. പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇതിൽ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾക്ക് പുതിയതായിരിക്കും അല്ലേ? നമ്മളിത് ഡിസ്കസ് ചെയ്തിരുന്നില്ല. ആക്ച്വലി ഇൻഡെഫിനിറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റോ പ്രസന്റോ ഫ്യൂച്ചറിലേക്ക് ഒരു ടെൻസ് ആയിരിക്കും. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് റെഫർ ടു എ പർട്ടിക്കുലർ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം എന്നുള്ളതിനെ കാണിക്കാനാണ്. സോ വെൽക്കം ടു ദ സെറമണി എന്ന് പറഞ്ഞൊരു പ്രസന്റ് ടെൻസിലെ സെന്റൻസ് ആണ്. ആൻഡ് ഇതൊരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെയാണ് കാണിക്കുന്നത്. സോ ഇറ്റ്സ് പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ, പ്രസന്റ് ഇൻഡെഫിനിറ്റ് tense. Okay, next question. Question number 4. In this question, 6 words are given which are denoted by 1, 2, 3, 4, 5 and 6. By using all the 6 words each only once, you have to frame a meaningful and grammatically correct sentence. The correct order of the words is your answer to be chosen by you from the given options. അപ്പോൾ എന്താണ്? ഇവിടെ 6 വേർഡ്സ് തന്നിട്ടുണ്ട്. റോമൻ ലെറ്റേഴ്സിൽ മാർക്ക് ചെയ്തിട്ട് ഈ 6 വേർഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു മീനിങ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യണം. ആൻഡ് ഇതിൽ ഓരോ വാക്കുകളും ഒരൊറ്റ വട്ടം മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ. അങ്ങനെ നിങ്ങൾ കറക്റ്റ് ഓർഡർ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വേർഡ്സ് നോക്കാം. ഇറ്റ്, വാണ്ടഡ്, നോട്ട്, യു, ഇസ്, വാട്ട്. ഇത് കുറച്ച് ടൈം എടുത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഡയറക്ട്ലി ആൻസർ പറയാം. ദി ആൻസർ ഇസ് ഓപ്ഷൻ എ, 5, 1, 3, 6, 4, 2. നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ 5 എന്താണ്? 5 എന്താണ്? ഇസ്, ഇറ്റ്, not, what, you wanted. Is it not what you wanted? ഇതാണ് സെൻറ്റൻസ് വരുന്നത്. Is it not what you wanted? ഓക്കെ, അതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, now question number 5. In this question, a sentence has been split into 4 parts denoted as P, Q, R and S. These parts are jumbled up. Rearrange the jumbled parts to make a meaningful sentence. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസിനെ പല പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ P, Q, R, S എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ജംബിൾഡ് അപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ജംബിൾഡ് പാർട്സിനെ അറേഞ്ച് ചെയ്തിട്ട് ഒരു മീനിങ് സെന്റൻസ് ഉണ്ടാക്കണം. ഓക്കെ, P എന്താണ്? Far beyond that any minority communalism can.
Q, that in a democratic setup like India. R, and this for the simple reason. S, majority communalism can acquire power. And this question also require a കുറച്ച് amount of time for you to think and answer. ഞാനിപ്പോൾ direct answer പറയുവാണ്. The answer is option C, RQSP. RQSP എന്ന് പറഞ്ഞാൽ and ഇതാണ് one. And this for the simple reason that in a democratic setup like India, majority communalism can acquire power far beyond that any minority communalism can. Okay, so that is the order. Moving on, question number 6. Certain parts in the following sentence are underlined. One of the parts has an error. Identify that part from the given options. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് പാർട്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതിൽ ഏതിലൊക്കെ എറർ ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം. She is not one of those who is so foolish. She is not one of those who is so foolish. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എറർ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. One of, she is not, so foolish, who is. അപ്പോൾ ഇതിലേതാണ്? She is not one of, who is so foolish. ഇതിൽ ശരിക്കും പറഞ്ഞാൽ who is ആണ് റോങ് ആയിട്ടുള്ള യൂസേജ്. Who is. Okay, so option D is the answer. Okay, then question number 7. Fill in the blanks by the proper preposition in the sentence. Preposition ആണ്. Preposition നിങ്ങൾക്ക് അറിയാലോ. I have not seen him dash a long time. I have not seen him dash a long time. Very easy question. By, for, from, since. എന്താണ്? It's for. I have not seen him for a long time. Okay, question number 8. In this question, out of the 4 options, choose the one which can be substituted for the sentence. അപ്പോൾ ഈ whole sentence ന് one word substitute കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. A general pardon granted by the government to political offenders. Political offendersന് government grant ചെയ്യുന്ന ഒരു general pardon. അതെന്തുവാണ്? It's actually amnesty. It's not excuse, not honesty, not pardon. It's amnesty. Okay, right. Then question number 9. From the given options, identify the tense used in the sentence. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ടെൻസ് കണ്ടുപിടിക്കുക ഈ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന. Everyone shall be reaching by tomorrow. Everyone shall be reaching by tomorrow. Options നോക്കിയേ. Future continuous tense, future indefinite tense, future perfect continuous tense, present continuous tense. ഇതിൽ shall ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇത് ഫ്യൂച്ചർ ആണ്. So that makes us avoid അല്ലെങ്കിൽ eliminate this option. Then reaching by tomorrow എന്ന് കൊടുത്തിട്ടുണ്ട്. So indefinite അല്ല. This is not the answer. Then ing ഉണ്ട്, അത് continuous ആണ്. അപ്പോൾ രണ്ടും continuous ആണ്. Shall be ആയതുകൊണ്ട് തന്നെ it's actually future continuous tense ആണ്. It's not future perfect continuous കാരണം shall have been എന്ന് വന്നേനെ perfect continuous ആയിരുന്നെങ്കിൽ. So option A is the answer. Right? Now, moving on. Question number 10. In this question, 6 words are given which are denoted by 1, 2, 3, 4, 5 and 6 Roman letters. By using all 6 words, each only once, you have to frame a meaningful and grammatically correct sentence. The correct order of the words is your answer, to be chosen by you from the given options. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. ഒരു 6 വേർഡ്സ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഗ്രാമാറ്റിക്കലി ആൻഡ് മീനിങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്തെടുക്കണം വിത്തൗട്ട് റെപ്പറ്റീഷൻ. നമുക്ക് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഐ വിൽ ഡയറക്ട്ലി സേ ദി ആൻസർ ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. നമുക്കൊന്ന് എഴുതി നോക്കാം. There are 3 roots of development. Simple question ആണ്. There are 3 roots of development. Okay, so that is the answer. Moving on to next question. In this question, a sentence has been split into 4 parts denoted as P, Q, R and S. These parts are jumbled up. Rearrange the jumbled parts to make a meaningful sentence. നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 പാർട്ട് ഉണ്ട്. ഇത് റീഅറേഞ്ച് ചെയ്ത് നമ്മളൊരു കറക്റ്റ് സെന്റൻസ് ആക്കണം. P, among ordinary people to see health as a. Q is that there is an increasing tendency. R, rights and responsibility. S, the only hopeful sign in such a situation. Answer ഞാൻ പറഞ്ഞു തരാം. It's option C, SQPR. SQPR. അപ്പോൾ the only hopeful sign in such a situation is that there is an increasing tendency among ordinary people to see health as a right and responsibility. ഇതാണ് ആൻസർ വരുന്നത്. Last question for the session. Question number 12. Certain parts in the following sentence are underlined. One of the parts has an error. Identify that part
ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. അപ്പം ഇതിലും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് നമ്മൾ എറർ കണ്ടുപിടിക്കണം. Mr. Gupta, our chairman, accompanied by his secretary, have arrived at the office. ഇതിൽ അണ്ടർലൈൻ ചെയ്യാത്ത പാർട്ടിലും എറേഴ്സ് കാണും കേട്ടോ, അത് നോക്കിക്കോണേ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. accompanied at the office, have his secretary. ഇതിൽ Mr. Gupta, our chairman, accompanied by his secretary. അപ്പൊ ഇതിൽ പ്ലൂറൽ ആണ്, സബ്ജക്ട് വേർബ് അഗ്രിമെന്റിനാണ് പ്രശ്നം വന്നിരിക്കുന്നത്. Mr. Gupta, our chairman, accompanied by his secretary. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഹാവിനാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. മിസ്റ്റർ ഗുപ്ത അവർ ചെയർമാൻ അക്കമ്പനീഡ് ബൈ ഹിസ് സെക്രട്ടറി ഹാസ് അറൈവ്ഡ് അറ്റ് ദി ഓഫീസ് എന്ന് വേണം വരാൻ, ഹാസ് വേണം വരാൻ. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. Now, all these questions which we have discussed today is taken from JIPMAT 2021. JIPMAT 2021 questions ആണ്, previous year questions ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. And I hope all of you have got something fruitful from the session. Check the value added notes and attempt the topic test, and I'll see you in another video again. Thank you.